വേർബ്സ്. എന്താണ് വേർബ്? വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വേർബ്. കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. ഷീ വാസ് സാഡ്, ഹീ ഈസ് ഹാപ്പി, ഹീ പ്ലേസ് ക്രിക്കറ്റ് ഡെയിലി, ദേ ഹിറ്റ് ഹിം, ഹീ ക്രൈസ്. ഇതുണ്ടോ, ഷീ വാസ് സാഡിനകത്ത് വാസ് ആണ് വേർബ്. അതേസമയത്ത് ഹീ പ്ലേസ് ക്രിക്കറ്റിനകത്ത് പ്ലേസ് ആണ് വേർബ്. അതെങ്ങനെയാ ഷീ വാസ് സാഡിനകത്ത് വാസ് വേർബ് ആയത്? ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. വേർബ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ആക്ഷൻ വേർബും, രണ്ട് വേർബ്സ് ഓഫ് ബീയിങ്. ആക്ഷൻ വേർബ് എന്താണ്? വേർബ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആക്ഷൻ വേർബ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ആക്ഷൻ വേർബ്. ഉദാഹരണം, ജോയൽ പ്ലേസ് ക്രിക്കറ്റ് ഡെയിലി. കേട്ടോ, ക്രിക്കറ്റ് ജോയൽ എന്നും കളിക്കും. ഇവിടെ ജോയൽ ചെയ്യുന്ന ആക്ഷൻ ആണ് പ്ലേ. രാജു ഹിറ്റ്സ് മീ എവറി ഡേ. രാജു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഹിറ്റിങ്. ഇതാണ് ആക്ഷൻ വേർബ്. മറ്റൊരു ഉദാഹരണം, മിസ്റ്റർ ലോറൻസ് പ്ലേഡ് ക്രിക്കറ്റ് അറ്റ് ദ ഗ്രൗണ്ട്. മിസ്റ്റർ ലോറൻസ് ഗ്രൗണ്ടിൽ എന്തു ചെയ്യുകയായിരുന്നു? കളിക്കുകയായിരുന്നു. പ്ലേയിങ്, ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. പ്ലേഡ് ഒരു ആക്ഷൻ വേർബാണ്. അതേസമയത്ത് വേർബ് ഓഫ് ബീയിങ് എന്താണ്? എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. നമ്മുടെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർബാണ് വേർബ് ഓഫ് ബീയിങ്. നമ്മൾ സാധാരണ വേർബിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരും പറയും ക്രിയ, ഒരു പ്രവൃത്തിയാണ് വേർബ് എന്ന്. പക്ഷേ ഈ വേർബ് ഓഫ് ബീയിങ്ങിനെ കുറിച്ച്, അവസ്ഥയെക്കുറിച്ചുള്ള വേർബിനെ കുറിച്ച് സാധാരണ ആരും പറയാറില്ല, പഠിപ്പിക്കാറില്ല. ചിലപ്പോൾ അത് അവരങ്ങ് ഉപേക്ഷിച്ച് കളയും. ഇത് രണ്ടും അറിഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ എസ്സേകൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും പല കാര്യങ്ങളും. പൊതുവെ എല്ലാ സെൻറ്റൻസിനും ഒരു വേർബ് വേണം, പക്ഷേ എല്ലാ സെൻറ്റൻസിലും ഒരു ആക്ഷൻ വേർബ് വേണം നിർബന്ധമില്ല. പലപ്പോഴും സെൻറ്റൻസിൽ വേർബ് ഓഫ് ബീയിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് വേർബ് ഓഫ് ബീയിങ്? വേർബ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർബ്, ഒരു വാക്കാണ് വേർബ് ഓഫ് ബീയിങ്. ഉദാഹരണം ഞാൻ പറയാം. മിസ്റ്റർ രാജു വാസ് സാഡ്. മിസ്റ്റർ രാജു എന്തു ചെയ്യുകയായിരുന്നു? നമുക്ക് പറയാൻ പറ്റില്ല. കളിക്കുകയായിരുന്നു? അല്ല. മിസ്റ്റർ രാജു വാസ് സാഡ്. അവൻ്റെ ഒരു അവസ്ഥ നമ്മൾ സൂചിപ്പിക്കുകയാണ്. എന്തുപയോഗിച്ച്? വാസ് ഉപയോഗിച്ച്. അവൻ സങ്കടത്തിലാണ്. നമുക്ക് ഇങ്ങനെ പറയാം, രാജു വാസ് ബീയിങ് സാഡ് എന്ന് പറയാം. കണ്ടോ, രാജു ഈസ് ബീയിങ് സാഡ് എന്ന് പറയാം. അപ്പം ഈ വാസ് വേർബ് ഓഫ് ബീയിങ് ആണ്, ഈസ് വേർബ് ഓഫ് ബീയിങ് ആണ്. രാജു ക്യാൻ ബി സാഡ്, അല്ലേ? ഇതൊരു അവസ്ഥയാണ്. രാജു വാസ് ക്യൂരിയസ്, രാജു വാസ് എക്സൈറ്റഡ്, രാജു ഈസ് എക്സൈറ്റഡ്, രാജു വിൽ ബി ഹാപ്പി. നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർബിനെ വേർബ് ഓഫ് ബീയിങ് എന്ന് പറയും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഹീ ഈസ് ഓൺ എ എയറോപ്ലെയിൻ. ഇതിനകത്ത് വേർബ് ഏതാണ്? ഈസ് ആണ്. ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ഈസ് ആണ്. അതുകൊണ്ട് ഈസ് ആണ് വേർബ് ഓഫ് ബീയിങ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം, ആക്ഷൻ വേർബിൻ്റെയും വേർബ് ഓഫ് ബീയിങ്ങിൻ്റെയും. ഇപ്പം പ്ലേ ആക്ഷൻ വേർബാണ്, സിങ് ആക്ഷൻ വേർബാണ്, ഹിറ്റ് ആക്ഷൻ വേർബാണ്, റൺ ആക്ഷൻ വേർബാണ്. ഇനി വേർബ് ഓഫ് ബീയിങ്, പ്രസന്റ് ടെൻസിലെ ആം, ഈസ്, ആർ, ഹാസ്, ഹാവ്, ഇതൊക്കെ വേർബ് ഓഫ് ബീയിങ് ആണ്. ഇനി പാസ്റ്റ് ടെൻസ് വാസ്, വേർ, ഹാഡ്, കണ്ടോ, ഇതൊക്കെ ചിലത് മാത്രം. ഫ്യൂച്ചർ ടെൻസ് വിൽ ബി എന്ന് പറയുന്നത് വേർബ് ഓഫ് ബീയിങ് ആണ്. ഐ ആം, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, യു ആർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വേർബിന്റെ ഡിഫറെന്റ് ഫോംസ്. നമ്മൾ ടെൻസ് പഠിക്കുമ്പം പഠിക്കുന്നില്ല സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന്, അതായത് സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. ഞാനിപ്പം എന്താണ് എന്താണ് V1, V2, V3 എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന മെത്തേഡാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പലരും പല രീതിയിൽ, ഇപ്പം പിള്ളേർക്ക് മനസ്സിലാകാനും ചിലപ്പം ചിലർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും, ചിലപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരും. ഞാൻ വളരെ സിമ്പിളായിട്ട് യൂണിവേഴ്സിറ്റി, നിങ്ങളിപ്പോൾ എവിടെ പോയാലും ഈ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വേർബ്, ഉദാഹരണത്തിന് നമ്മൾ ഗീവ് എന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുവാണ്. ആ വേർബിന് ഫോംസ് എന്തൊക്കെയാണ്? വേർബിന് 5 ഫോംസ് ആണുള്ളത്. ഉദാഹരണത്തിന് ഗീവ് എന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുക നമ്മൾ. ഇതിൻ്റെ ബേസ് ഫോമാണ് ഗീവ്. നമ്മൾ ആ ബേസ് ഫോമിനെ വി എന്ന് സൂചിപ്പിക്കുന്നു. ബേസ് ഫോമാണ് വി. ആ വേർബിന്റെ പ്രസന്റ് ഫോം V1 എന്ന് പറയുന്നത്. അപ്പം ഗീവിന്റെ പ്രസന്റ് ഫോം എന്താണ്? ഗീവ് തന്നെയാണ്.
അത് ഗീവ് അല്ലെങ്കിൽ ഗീവ്സ് ആകാം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബും വരും. അത് നിങ്ങൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ക്ലാസ് യൂട്യൂബ് ചാനലിൽ ജിജോ ലോറൻസ് എന്ന് പറഞ്ഞ ചാനലിലുണ്ട്, അല്ലെങ്കിൽ ലേൺ വിത്ത് ലോറൻസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിനകത്തുണ്ട്. നമ്മുടെ ഈ നഴ്സുമാരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കകത്ത് ഞാനിത് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പഠിക്കണം. അടുത്ത ഫോം എന്താ? പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ്. അപ്പം ഗീവിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ഗേവ്, GAV. അടുത്ത ഫോം എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗിവൺ, GIVEN. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് V3 എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ഫോം ഏതാണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബ് പ്ലസ് ING ഫോമാണ്. അതായത് ഗിവിങ്, GIVING, ഗിവിങ്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് V4 എന്നാണ്. ഇതാണ് ഈ V1, V2, V3, V4 എന്ന് പറയുന്നത്. അപ്പം ബേസ് V, പ്രസൻറ്റ് ഫോം V1, പാസ്റ്റ് ഫോം V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ V4. ഇത് ചിലപ്പം ചിലർ V1, V5 ആക്കി പറയും, ബേസ് ഫോം V1 ആക്കി പറയും, അങ്ങനെ പലരും പറയും. ഇപ്പം ഞാൻ പഠിപ്പിച്ചേക്കുന്നത് യൂണിവേഴ്സിറ്റി ആൾക്കാർ ഫോളോ ചെയ്യുന്ന രീതി ഇതാണ്. അപ്പം ഈ 5 ഫോംസ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വേർബിൻ്റെ ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്നാ ചെയ്യണം? കുറേ വേർബ്സ്, ഇറഗുലർ ആൻഡ് റെഗുലർ വേർബ്സ് നിങ്ങൾ പഠിക്കണം. ഇറഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പ്ലേ ആണെങ്കിൽ ബേസ് പ്ലേ, പ്രസൻറ്റ് പ്ലേ തന്നെയാണ്, ഒന്നുകിൽ പ്ലേ അല്ലെങ്കിൽ പ്ലേസ്. പിന്നെ പാസ്റ്റ് ഫോം പ്ലേഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലേഡ് തന്നെയാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളോ പ്ലേയിങ്. ഓക്കെ, ഇതിന് റെഗുലർ വേർബ് എന്ന് പറയും. ഗീവ്, വി ബേസ് ഫോം, ഗീവ് അല്ലെങ്കിൽ ഗീവ്സ് V1 പ്രസൻറ്റ് ഫോം, ഗേവ് V2 പാസ്റ്റ് ഫോം, ഗിവൺ കണ്ടോ GIVEN ഗിവൺ V3 പാസ്റ്റ് പാർട്ടിസിപ്പിള്, ഗിവിങ് GIVING ഗിവിങ് V4 പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഇത് കണ്ടോ, പ്ലേഡ് തന്നെയാണ്, ഗേവ് ഗിവൺ ആണ്. അതുകൊണ്ടാണ് പ്ലേയിന് റെഗുലർ വേർബ് എന്നും ഗിവിന് ഇറഗുലർ വേർബ് എന്നും പറയുന്നത്. അപ്പം ഇതുപോലെ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സിൻ്റെ കുറേ നിങ്ങൾ എഴുതി പഠിക്കുക. സ്വന്തമായിട്ട് ഒരു പുസ്തകത്തിൽ ഒരു 200 വേർബെങ്കിലും എഴുതി പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വേർബ്സ് പറഞ്ഞു തരാം. ഞാൻ V1, V2, V3 എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്, V1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്, V4 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ആണ്. അപ്പം ഞാൻ കുറേ വേർബ്സ് പറഞ്ഞുതരാം. ബേസ് ഫോം ഓഫ് ദ വേർബ് ഡു, V1 ഡസ്, V2 ഡിഡ്, V3 ഡൺ, V4 ഡൂയിങ് ആണ്. കണ്ടോ? ഇനി ബേസ് ഫോം ഓഫ് ദ വേർബ് ഗോ, ഗോൻ്റെ V1 എന്താണ്? ഗോസ് അല്ലെങ്കിൽ ഗോ. പിന്നെ V2 ആണ്, V2 എന്താണ്? വെൻറ്റ്. V3 എന്താണ്? ഗോൺ. V4 ഗോയിങ്. ഇറഗുലർ വേർബ്സ് ആണ് അതൊക്കെ. അതുപോലെ ഈറ്റ്, ഈറ്റ്സ് അല്ലെങ്കിൽ ഈറ്റ്, പിന്നെ ഏറ്റ്, ഈറ്റൺ, ഈറ്റിങ്. ഇതുപോലെ നിങ്ങൾ 200 വാക്യങ്ങൾ എഴുതി നിങ്ങൾ പഠിക്കണം. OETക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ പറയാം, അതിൻ്റെ സ്വന്തമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഡയഗ്നോസ്, ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡയഗ്നോസ്, ഡയഗ്നോസ്ഡ്, ഡയഗ്നോസ് തന്നെയാണ് V3. V4 എന്നാണ് ഡയഗ്നോസിങ്. റിക്കവർ, റിക്കവേഴ്സ്, റിക്കവേർഡ്, റിക്കവേർഡ്, പിന്നെ റിക്കവറിങ്. അതുപോലെ നിങ്ങൾ പഠിക്കുക മോണിറ്റർ, എൻക്വയറി, ലീവ്, സ്റ്റേ, പ്രസൻറ്റ്, അഡ്മിറ്റ്, ഇൻഫോം, ഡിസ്ചാർജ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഈ 5 ഫോം എഴുതി പഠിക്കുക. ഒന്ന് ബേസ് ഫോം പഠിക്കണം, പിന്നെ V1 എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ്, V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്, V4 എന്ന് പറയുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്. അതായത് V4 ആണ് വേർബ് പ്ലസ് ING ഫോം. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച വേർബിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കോൺഫിഡൻ്റ് ആവും.